എന്നും മുസ്ലിം സ്ത്രീകൾ രാജ്യത്ത് പീഡനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പീഡനം തങ്ങളുടെ മതവുമായി കൂട്ടിക്കെട്ടി ഇത് മതത്തിൻ്റെ ആചാരമാണ് എന്ന് പറയുന്ന വലിയൊരു പുരുഷ മേധാവിത്വമാണ് ഈ മുസ്ലിം സ്ത്രീകളെ നിരന്തരമായി ഈ പീഡനത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഒരു കൾച്ചറൽ ആക്ടിവിസ്റ്റുകളും ഒരു ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ ഒരു സാംസ്കാരിക നായകന്മാരും ഇതിനെതിരെ പ്രതികരിക്കാറില്ല. അങ്ങനെ പ്രതികരിച്ചാൽ അവർക്ക് തല കാണില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വസ്തുത. ഉദാഹരണം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക മാലിന്യമായിട്ടുള്ള സുനിൽ പി ഇളയടം എന്ന് പറയുന്ന വ്യക്തി താലിബാൻ അധികാരത്തിലേറിയപ്പോൾ താലിബാനെ ഒന്ന് വിമർശിച്ചപ്പോൾ ഇയാൾക്ക് വധഭീഷണി വന്നിരുന്നു. ആ വധഭീഷണി വന്നപ്പോൾ തന്നെ ഇയാൾ കയറി മാളത്തിൽ ഒളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സർക്കാർ പോലും ഇയാളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതിനോടെല്ലാം ഭയമാണ്. പക്ഷേ കോടതിക്കും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്കും സർക്കാരിനും ഭയമില്ല. സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള അവകാശം നൽകണം എന്ന പറയുന്ന ഭരണഘടനയിലാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മുത്തലാഖ് വന്നപ്പോൾ ഇവിടെ മുസ്ലിം മത നേതൃത്വം വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അതിൽ സംഘടിപ്പിച്ചപ്പോൾ എല്ലാത്തിനെയും തട്ടി തോളിൽ കയറ്റി നരേന്ദ്രമോദി സർക്കാർ വെട്ടിനിരത്തി മുന്നിലേക്ക് പോയത്. ഇത് സ്ത്രീകൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തട്ടം ഇത് ഞങ്ങളുടെ ചോയ്സ് ആണ് എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ കാര്യമല്ല. ഉത്തരേന്ത്യയിൽ ഇതുകൊണ്ട് വളരെ കഷ്ടത അനുഭവിക്കുന്ന പല സ്ത്രീകളുമുണ്ട്. അവർക്കാണ് ഇത് ആശ്വാസമേകിയത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിതാ തെലങ്കാന ഹൈക്കോടതിയുടെ ഒരു കിടിലൻ വിധി പുറത്തു വന്നിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് അവകാശങ്ങളെക്കുറിച്ചുള്ള വിഷയത്തിൽ തെലങ്കാന ഹൈക്കോടതി ഒരു സുപ്രധാനമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്ന് ഖുല നേടാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഖുല എന്ന് പറഞ്ഞാൽ വിവാഹ മോചനമാണ്. ഇതിനായി ഭർത്താവിൻ്റെ അനുമതിയോ സമ്മതമോ ആവശ്യമില്ല. വിവാഹമോചനം നേടാനുള്ള സ്ത്രീയുടെ അവകാശം പൂർണ്ണവും സ്വതന്ത്രവുമാണ്. ജസ്റ്റിസ് മൗസാമി ഭട്ടാചാര്യയും ജസ്റ്റിസ് BR മധുസൂദൻ റാവുവും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇങ്ങനെ വിധിച്ചത്. ഭാര്യയ്ക്ക് ഖുല വഴി വിവാഹമോചനം നേടാമെന്ന്. മുഫ്തി ദാർ ഉൽ ഖജ എന്നിവരുടെ വിവാഹമോചനം നേടേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പങ്ക് ഒരു ഉപദേഷ്ടാവിൻ്റെ പങ്ക് മാത്രമാണ്. വിവാഹമോചനത്തിന് ജുഡീഷ്യൽ മുദ്ര പതിപ്പിക്കുക എന്നതാണ് കോടതിയുടെ ഏക പങ്കെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇത് രണ്ട് കക്ഷികളെയും ബാധിക്കുന്നു. ഖുലയുടെ വാദം സാധുവാണോ അല്ലയോ എന്ന് കുടുംബ കോടതി പരിശോധിക്കേണ്ടതുണ്ട്. അനുരഞ്ജനത്തിന് ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്ത്രീ മെഹർ, അതായത് സ്ത്രീധനം പിൻവലിക്കാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതും പരിഗണിക്കും. ഈ പ്രക്രിയ സംക്ഷിപ്തമായി നടത്തണം. വിപുലമായ വാദം കേൾക്കൽ ഉൾപ്പെടുത്തരുത് എന്നാണ് തെലങ്കാന ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു മുസ്ലിം പുരുഷന്റെ അപ്പീലിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. സാദാ ഇ ഹക്ക് ശരിയ കൗൺസിൽ എന്ന സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ ഭാര്യ വിവാഹമോചനം തേടിയിട്ടുണ്ട്. ഭർത്താവ് ഈ വിവാഹമോചനത്തെ കുടുംബ കോടതിയിൽ ചോദ്യം ചെയ്തു. എന്നാൽ കുടുംബ കോടതി അപേക്ഷ തള്ളി. കുടുംബ കോടതിയുടെ തീരുമാനം ഹൈക്കോടതിയും ശരിവച്ചു. എന്തായാലും ഖുറാനിലെ 228, 229 അധ്യായം 2 എന്നീ വാക്യങ്ങൾ ഉദ്ധരിച്ച് കോടതി പറഞ്ഞു, ഇസ്ലാമിക നിയമം ഭാര്യയ്ക്ക് വിവാഹമോചനം നൽകാൻ പൂർണ്ണ അവകാശം നൽകുന്നു. ഖുലയ്ക്ക് ഭർത്താവിൻ്റെ സമ്മതം ആവശ്യമില്ല. ഭർത്താവ് സമ്മതിച്ചില്ലെങ്കിൽ ഖുല ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എവിടെയും എഴുതിയിട്ടില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.